ഹലോ, വെൽക്കം. ഇറ്റ്സ് മീ കറബ് സാർ. അപ്പോൾ ഇന്നെനിക്കൊരു പുതിയൊരു കണ്ടൻറ്റ് കിട്ടി. ഒരു ഭാഗ്യം വെച്ച് എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ എല്ലാ സെലക്ഷൻ കൊടുക്കാറുള്ളൊരു കാര്യമാണ് ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ ഗുണം എന്തോന്നാണ്, അതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അന്ധവിശ്വാസമാണ് ഈ ഞാൻ പറയുന്ന കാര്യം. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കുറേ തത്വചിന്തകന്മാർ വന്നു, ഫ്രീ തിങ്കേഴ്സ് വന്നിട്ട് പറയാണ് ഞാൻ ഇതേപോലെ ദൈവങ്ങളെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണ്, തത്വചിന്തകനാണ്, സോറി എന്തോന്ന് ജനങ്ങളെ ഇന്ന് പൈസ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പാവം പിടിച്ച ആൾക്കാരെ മതം തലയ്ക്ക് പിടിച്ചവരെ പറ്റിക്കാൻ നോക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടീംസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നവന്മാരെ എല്ലാവരുടെയും, അങ്ങനെ ഈ ഡയലോഗ് അടിച്ച് വന്നവന്മാരെ എല്ലാവരുടെയും ഞാൻ പ്രൂഫ് അടക്കം തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അവരുടെ ജാതകം നോക്കിയും അവരുടെ ഗ്രഹനിലയും അവരുടെ കാര്യം നോക്കി അവരുടെ കാര്യങ്ങൾ അവർക്ക് മാത്രം പേഴ്സണലി അറിയുന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നേരിട്ട് കണ്ടിട്ടൊന്നുമല്ല, ഓൺലൈൻ അപ്പോയിൻമെൻറ്റാണ്. ഓൺലൈൻ അപ്പോയിൻമെൻറ്റിൽ ഒരാളുടെ ഫേസ് പോലും ഞാൻ കാണത്തില്ല, ജസ്റ്റ് ഓഡിയോ കോൾ ചെയ്യും. എന്നാൽ പോലും അവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവരുടെ കുടുംബക്കാരെ പറ്റിയും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എല്ലാവരും പറഞ്ഞിട്ട് എങ്ങനെയാണ് ബ്രോ ഇത് പറ്റുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അന്ധവിശ്വാസങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം പറയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെ വേണോ ശാസ്ത്രപരമായ ബുക്ക് നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാം. മനസ്സിലായില്ലേ? ശാസ്ത്രപരമായ ബുക്കുകൾ കൊണ്ടുവരിക, അടുക്കി വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ട് നോളജ് നിങ്ങൾ പോലെ ഫ്രീ തിങ്കർ ഫിലോസഫറിനാണെങ്കിൽ മൈത്രയും രവീന്ദ്രൻ അതുപോലത്തെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി ChatGPT, ജെമിനി, ഗൂഗിൾ എന്ത് സാമാനം വേണമെങ്കിൽ കൊണ്ടുവന്നോ, നിങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നിരിക്കും. മനസ്സിലായി? അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട് കെട്ട് പോകും. ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്? ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ ഗുണമാണ്. പ്രത്യേകിച്ച് ഈ ശനിദശ, ശനിയുടെ അപഹാരം ഈ സമയങ്ങളിലൊക്കെ. ഈ ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തിനെ നിങ്ങൾക്ക് പണി കിട്ടുന്നെങ്കിൽ ആ പണിയിൽ നിന്ന് നിങ്ങൾക്ക് മോചിതനാവാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഹനുമാൻ ചാലിസ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കൂടുതലും ഇത് ആരാധിക്കുന്നത് നോർത്ത് സൈഡിലാണ്. ജിമ്മന്മാരാണ് കൂടുതലും. ജിമ്മിൽ പോകുമ്പോഴൊക്കെ ചിലവർ ഹനുമാൻ ചാലിസയൊക്കെ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ വയ്ക്കാറുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൽ. ഇവിടെ അത് അത്രത്തോളം ഫേമസ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ DNA ആസ്ട്രോളജി പ്രകാരം, നമ്മുടെ ഒരു ആസ്ട്രോളജി പ്രകാരം എന്തോന്നാണ് ഈ പറയുന്ന പോലെ ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനുമാൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഒരു ഗത വെച്ച് നടക്കുന്ന ജിമ്മനുണ്ട്, സിക്സ് പാക്ക് ഉണ്ട്, ട്രൈപ്സസ് ഉണ്ട്, ബൈസസ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് ഹനുമാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി വർക്ക് ചെയ്യുന്ന മന്ത്രത്തിലൂടെയാണ്. മനസ്സിലായില്ലേ? ഇത് നിങ്ങളൊരു 30 ദിവസം, 30 ഒരു മിനിമം ഒരു 42 ദിവസം ആണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുള്ളിലെ മടി മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ആക്ഷൻ ചെയ്യാനുള്ളൊരു മടി. എല്ലാ ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും, ചിലവർക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ചിലവർക്ക്. അപ്പോൾ ചില മുസ്ലിം മതക്കാരുടെ അടുത്തൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തുള്ളൊരു കപ്പം എടുക്കുന്ന സമയത്ത് അവിടെ എനിക്ക് എങ്ങനെ ഇത് പറയാമെന്ന് അറിയത്തില്ല. ക്രിസ്ത്യൻസൊക്കെ വരും, അവരുടെ അടുത്തേക്ക് ഹനുമാൻ ചാലിസ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കത്തില്ല. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമാണ് അത് കൂടുതലും ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് നമുക്ക് പ്രഷറൈസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുള്ളിലെ മടി മാറും, നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള സംഭവം കിട്ടും. അപ്പോൾ ചൊവ്വയെന്ന് പറഞ്ഞ എന്തോന്നാണ്? ഊർജ്ജത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ടതാണ് ഹനുമാൻ എന്ന് പറയുന്നത്. മാസ് ഇൻഫ്ലുവൻസ് ആണ് ഈ ഹനുമാൻ എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഹനുമാൻ ചാലിസയിൽ പറയുന്ന ഓരോരോ വാക്കുകളും ഈ ചൊവ്വയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാർ എന്ന് പറയുമ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അതേപോലെ പല വാക്കുകളും അതിൽ ഹനുമാൻ ചാലിസയിൽ പറയുന്ന പല മന്ത്രങ്ങളും സൂര്യനും ചൊവ്വയുമായി ബന്ധപ്പെട്ടത് ഇതാണ് പറയുന്നത്. പിന്നെ പ്ലസ് ജൂപ്പിറ്റർ, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കോംബോയാണ് അതിൽ വരുന്നത്. കൂടുതലും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാസിൻ്റെയാണ്, ചൊവ്വയാണ്. അപ്പോൾ ഇങ്ങനെയാണിത് ഈ മന്ത്രം പോകുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ
അപ്പോൾ ഈ ചൊവ്വയെന്ന് പറയുന്ന ഗ്രഹത്തിനെ കൂടുതൽ ആക്ടിവേറ്റ് ആകാനും, ഇല്ലെങ്കിൽ ചൊവ്വയെന്ന് പറയുന്ന ഗ്രഹത്തിനെ അപ്പോൾ എല്ലാവരും പറയുന്ന കണ്ടക ശനി, അല്ലെങ്കിൽ തന്നെ ഈ ഏഴക ശനി, അത് ഒരുപാട് ശനികളുണ്ട്. ശനിദശ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചിലവർക്ക് പേടി കിട്ടും, ശനിദശയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ശനിദശയിൽ ചിലവർക്ക് മടി വരാം, ചിലവർക്ക് ജോലിക്ക് നല്ല രീതിക്ക് മുമ്പ് പണിയെടുത്ത് നല്ല കുടുംബം നോക്കിക്കൊണ്ടുപോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇവർ ജോലിക്കും പോകില്ല, കുടുംബവും നോക്കില്ല, ഒന്നും ചെയ്യില്ല. അതുപോലെ പഠിക്കുന്ന പയ്യന്മാർ ഒരു പ്രത്യേക സമയത്ത് നല്ല മാർക്ക് വാങ്ങിച്ച് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പയ്യന്മാർ ഇപ്പോൾ ഹാർഡ് വർക്കൊന്നും ചെയ്യുന്നില്ല, വെറുതെ ലേസിക്ക് നടക്കുന്നു, ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ മടിയുണ്ടല്ലോ, ഈ മടി എന്ന് പറയുന്ന സംഭവത്തിനെ നമുക്ക് മാറ്റാനാണ് ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഹനുമാൻ എന്ന് പറയുന്നൊരു ഗദയും പിടിച്ചിട്ട് ആൾ വന്ന് നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, ഇതേപോലത്തെ ഒരു ദൈവത്തിനെ പോലെ ഒരാൾ വന്ന്, ഇതൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ ഇതേപോലത്തെ ഈ രൂപം വെച്ചുണ്ടാക്കിയ ദൈവങ്ങൾക്കെതിരെയാണ് ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ദൈവമാണ് നിങ്ങൾ രക്ഷിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ. പക്ഷേ ഇതൊരു കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുള്ളിൽ മടി മാറും, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള കുറച്ചും കൂടി ഇത് വരും. അപ്പോൾ ഏഴകശനി കണ്ടകശനി സമയത്തൊക്കെ ഇതൊക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ മന്ത്രം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യണം. പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ നിന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹനുമാൻ ചാലീസയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇത് കിട്ടും. കാരണം ഈ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള നെയിമുകളാണ്, ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള വാക്കുകൾ, മന്ത്രങ്ങളാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ജിമ്മിലായാലും ജിം വർക്കൗട്ടിലായാലും നമ്മുടെ ഫിസിക്കലി ഇപ്പം ശാരീരികമായി അധ്വാനിക്കാനുള്ളൊരു ഇത് കിട്ടും, മടി തോന്നത്തില്ല. നമുക്ക് ഒരു പണിയെടുക്കാനായിട്ടൊരു മടിയൊന്നും നമുക്ക് തോന്നത്തില്ല ഹനുമാൻ ചാലീസ പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ ശാരീരികമായ അധ്വാനത്തിലായാലും അപ്പോൾ ജിമ്മിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ജിമ്മന്മാർ ഇവന്മാർക്ക് മടി വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 സെറ്റ് ഇപ്പോൾ എന്തോന്നാണ് ഒരു 10 സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന കുറേ ടീംസ് ഉണ്ട്, മനസ്സിലായില്ലേ? ജിമ്മിലൊക്കെ പോകുമ്പോൾ, മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ കുറേ നേരം റെസ്റ്റ്, ചിലവന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു 2-3 പുഷപ്പ് എടുത്തിട്ട് ഉടനെ റെസ്റ്റ് എടുക്കും, 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. ഒരു 10 പുഷപ്പ് എടുത്തിട്ട് വീണ്ടും 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അത് മടിയുണ്ടാകുന്ന, അല്ല തളർന്നു പോയി റിക്കവർ ആവാനുള്ളതുകൊണ്ടുള്ള അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ മടികളുണ്ടല്ലോ അത് മാറ്റാൻ വേണ്ടിയാണ്, ഇതുപോലത്തെ ഒരു മടികളും കാര്യങ്ങളും എല്ലാം മാറ്റി. അപ്പോൾ ഇത് കേൾക്കുമ്പോഴും ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള വാക്കുകൾ അവിടെ വരും. ഇത് നമ്മൾ പറയുമ്പോഴും, നമ്മൾ മന്ത്രത്തിലൂടെ ഇങ്ങനെ പറയുമ്പോഴും അങ്ങനെയും വരും. അങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗുണ്ടാപണിക്ക് പോകുന്നു, അതേപോലെ വൃത്തികെട്ട പണിക്ക് പോകുന്നവർ, അടി പിടി വെട്ടുകുത്ത്, ഇതുപോലത്തെ സ്കാം, ഇതേപോലത്തെ പരിപാടി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവ് സാമാന്യം പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അഗ്രഷൻ കൂടി വരും. കാരണം ചൊവ്വയെന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയാണ് ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന സംഭവം എന്തോ ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ നമ്മൾ ചൊല്ലുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കണ്ടകശനി ഏകശനി എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശനിദശയാണ് മറ്റേ ദശയാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. അതാണ് ഹനുമാൻ ചാലീസ നമ്മുടെ സംഭവം. അപ്പോൾ ഒരുപാട് പേർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, വെറുതെ പറയുന്നതൊന്നുമല്ല, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ 2 പേരുണ്ട്, അതേപോലെ ഒരുപാട് പേര് എനിക്കറിയാം. എനിക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ വേറെ 2 പേര് മാത്രമേ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ പൂർണ്ണമായി. എനിക്ക് കിട്ടിയിട്ടുണ്ട്, 3ാമതായിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശനിയുടെ ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ സംഭവം കേൾക്കുമ്പോൾ ഈ കുറച്ചും കൂടെ ഇത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പവറായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ മാത്രമാണോ ചൊവ്വയുടെ ഇൻഫ്ലുവൻസിലുള്ളതല്ല, ഭദ്രകാളി, മുരുകൻ, അങ്ങനെ ഇതിലുണ്ട്. അപ്പോൾ മുരുകനിൽ ചില മന്ത്രങ്ങളുണ്ട്, അത് നല്ലതാണ്. ഭദ്രകാളി മന്ത്രമുണ്ട്, അതും നല്ലതാണ്, മനസ്സിലായില്ലേ? ഭദ്രകാളി, മുരുകൻ, ഹനുമാൻ, ഇത് 3ആണ് ഇതിലുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ. ഓക്കെ, ഇത് വെറുതെ കുറേ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയും, അന്ധവിശ്വാസം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വരിക സുഹൃത്ത്, അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കുക, സിമ്പിളാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, 9374747978. ഈ നമ്പറിൽ വന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, മനസ്സിലായില്ലേ? വേറൊന്നുമല്ല.